ഹായ്, നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്തു എന്നില്ല നോക്കാം. ഇന്ന് ഞാൻ അടുത്ത ട്രേഡും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് 2-3 ദിവസത്തിൽ വെള്ളിയാഴ്ച ദിവസം നല്ലൊരു മൂവ്മെൻറ്റ് മാർക്കറ്റ് കിട്ടി. കാരണം RBI മീറ്റിങ്ങിന് ശേഷം വന്നൊരു അനൗൺസ്മെൻറ്റിന് ശേഷം നല്ലൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിന് കിട്ടി. അതിനുശേഷം തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു ഉണ്ടായത്. അതിനുശേഷം സൈഡ് വേസ് മാർക്കറ്റാണ് ഉണ്ടായത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണായി മാർക്കറ്റ് സൈഡ് വേസിൽ പോയി. ഇന്ന് എന്ത് ചെയ്തു, നല്ലൊരു ഗ്യാപ്പ് അപ്പ് വന്നു. അതിനുശേഷം താഴേക്ക് വരുന്നതിൽ ഉറപ്പാണ്. കാരണം താഴത്തേക്ക് വന്നതിന് ശേഷം ഇതിനും താഴേക്ക് പോകുന്ന വിചാരിച്ചു. പക്ഷേ അവിടെ എത്തിയതിന് ശേഷം ഇന്നലത്തെ ആ റേഞ്ചിൽ എത്തിയപ്പോൾ പിന്നീട് മാർക്കറ്റ് വീണ്ടും സൈഡ് വേസിലേക്ക് തന്നെ പോയി. അപ്പോൾ രാവിലെ നല്ല ഗ്യാപ്പ് അപ്പ് കണ്ട ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു PE ബൈ ചെയ്തു. PE ബൈ ചെയ്ത് 2000 രൂപ പ്രോഫിറ്റിൽ ഞാൻ ഇറങ്ങി. പിന്നീട് ഞാൻ നോക്കുമ്പോൾ മാർക്കറ്റ് ഏകദേശം ഇന്നലത്തെ അതേപോലെ തന്നെ ഇന്ന് സൈഡ് വേസിലാണ് പോകുന്നത്. അതുകൊണ്ട് ഇന്നൊരു ഓപ്ഷൻ ബൈയിൽ വലിയ ട്രേഡൊന്നും വേറെ ഉണ്ടായില്ല. രാവിലെ കിട്ടിയ ആ ഒരു ട്രേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കിട്ടിയ പ്രോഫിറ്റേ ഉള്ളൂ. അപ്പോൾ നാളത്തേക്ക് ഞാനിപ്പോൾ നോക്കി വെക്കുന്നത് എന്താ വെച്ചെങ്കിൽ, ഒന്നെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്നത്തെ പോലെ തന്നെ ഒരു ഡൗൺ സൈഡ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സൈഡ് വേസ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു ഡൗൺ സൈഡ് പ്രതീക്ഷിക്കുന്നത്. അത് 25,000 വരെയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ചെറിയൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഡൗൺ സൈഡിലേക്ക് ഞാൻ ട്രേഡ് എടുക്കില്ല. വന്ന സപ്പോർട്ടിൽ വന്ന ഒരു 25,000, 24,950 ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തിയതിന് ശേഷം മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ ബൈ ചെയ്യാനാണ് കൂടുതൽ സാധ്യത. കാരണം എനിക്ക് താഴേക്കുള്ള മൂവ്മെൻറ്റ് അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ബൈ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് സൈഡ് വേസ് ഓപ്പണിംഗ് ആണെങ്കിൽ, അഥവാ മാർക്കറ്റ് ഡൗൺ അതായത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ 25,000 ആ റേഞ്ചിൽ ഓപ്പണിംഗ് ആണെങ്കിൽ 24,950 ആ റേഞ്ചിലേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് ഞാൻ ആണ് ബൈ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആകപ്പാട് ബൈ ചെയ്യാൻ ആകപ്പാടൊരു ഇത് മാത്രമേ മാർക്കറ്റ് ഞാൻ കാണുന്നുള്ളൂ, ഒരു സിനാരിയോ കാണുന്നുള്ളൂ. എന്താ വെച്ചാൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആവുക, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ബൈ ചെയ്യും. അല്ലാത്ത അതായത് റേഞ്ച് ബൗണ്ട് ഓപ്പണിംഗ് ആണെങ്കിലും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഞാൻ ഒരു ബൈ ചെയ്യാനാണ് നാളെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ രീതിയിലാണ് ഞാൻ മാർക്കറ്റ് നാളെ കണ്ടിരിക്കുന്നത്. ആ രീതി നമ്മളെ പ്ലാനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെടുക്കും. അല്ല, നമ്മളെ പ്ലാനിൽ വന്നതിന് ശേഷം നമ്മൾ എടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് പോവുകയാണെങ്കിൽ കൃത്യമായി SL ഉണ്ട്. ഞാൻ പറഞ്ഞു 24,950 അവിടുന്ന് മുകളിലേക്ക് പോകുന്നതെന്ന് കാണുമ്പോൾ 25,000 ആകുമ്പോൾ തന്നെ ഞാൻ ബൈ ചെയ്യും. താഴേക്ക് വരുന്നുണ്ടെന്ന് പിന്നീട് റിവേഴ്സ് വരുന്നുണ്ടെന്ന് കണ്ടാൽ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് ഇറങ്ങും. അല്ല, ഇനിയിപ്പം 25,000 ആ ഒരു ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ആ സൈഡ് വേസിൽ തന്നെ കളിക്കുകയാണെങ്കിൽ ഇത് താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ ഞാൻ ട്രേഡ് എടുക്കില്ല. നാളെ എടുക്കാണ്ടിരിക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ. വേണമെങ്കിൽ ഓപ്ഷൻ സെല്ല് ചെയ്യാം. പക്ഷേ എൻ്റെ ഓൾറെഡി എനിക്ക് വീക്കിലി ഓപ്ഷൻ സെല്ല് ഇല്ലതുകൊണ്ട് പിന്നീട് ഡെയിലി ഞാൻ ഓപ്ഷൻ സെല്ല് ചെയ്യാറ്. ഡെയിലി ഞാൻ ഓപ്ഷൻ ബയ്യാ ചെയ്യില്ല. അധികം ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത് വീക്കിലിയാണ്. വീക്കിലി ഓപ്ഷനിൽ ഇപ്പോൾ കുറച്ച് പുട്ട് ഓപ്ഷൻ ഉണ്ട്. കോൾ ഓപ്ഷൻ ഉണ്ടായിരുന്നത് ആ വെള്ളിയാഴ്ച തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ഞാനൊരു എക്സിറ്റ് ആയിരുന്നു. ഇപ്പോൾ പുട്ട് ഓപ്ഷൻ ഉണ്ട്. നാളെ നമ്മൾ നല്ല പ്രോഫിറ്റിലായിരിക്കും. കാരണം ഈ കോൾ ഓപ്ഷനിൽ വന്ന നഷ്ടത്തിനേക്കാളും പുട്ട് ഓപ്ഷനിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നാളെ അത് എക്സിറ്റ് ആവും മിക്കവാറും. നാളത്തോടു കൂടി ആ ട്രേഡൊക്കെ വേണം. മറ്റന്നാൾ എക്സ്പയറി ആയതുകൊണ്ട് വെക്കയില്ല. ബുധനാഴ്ച തന്നെ എക്സിറ്റ് ആവാണ്ട് മാർജിനൊക്കെ കൂടുതൽ വേണമല്ലോ. അപ്പോൾ നാളത്തെ ഇൻട്രാഡേ പൊസിഷൻ ഇങ്ങനെയാണ് നോക്കുന്നത്. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഡൗണിലേക്ക് വരും ഫസ്റ്റ് ഒരു മൂവ്മെൻറ്റ്, അതിപ്പോൾ ബൈ ചെയ്യും. സൈഡ് വേസ് ഓപ്പണിംഗ് ആണെങ്കിൽ താഴേക്ക് വന്നതിന് ശേഷം മുകളിലേക്ക് പോകുന്ന സമയത്ത് ഞാനൊരു കോൾ ബൈ ചെയ്യും. അല്ലാതെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഞാൻ കോൾ സൈഡിലേക്ക് തന്നെയാണ് നോക്കുന്നത്. മുകളിലേക്ക് മാർക്കറ്റ് പോകുന്ന സമയത്ത് ഞാൻ കോൾ ബൈ ചെയ്യും. ഇതാണ് എൻ്റെ മാർക്കറ്റ്. നാളെ ഇല്ല എൻ്റെ മാർക്കറ്റ് പ്ലാൻ. നിങ്ങളതുപോലെ മാർക്കറ്റ് ചാർട്ട് വെച്ച് നോക്കി, ചാർട്ടിയ സൈഡിൽ കാണിച്ചു തരാം. ഞാൻ ചാർട്ട് വെച്ചിട്ട് നോക്കി നോക്ക്. ആ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾക്ക് നാളെ അങ്ങനെ ട്രേഡ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ.